2018 മുതൽ പ്രാബല്യത്തിലുള്ള കാലഹരണപ്പെട്ട വേതന പാക്കേജ് പരിഷ്കരിക്കാത്തതും ഓണത്തിന് പ്രഖ്യാപിച്ച ഓണറേറിയം നൽകാത്തതുമാണ് റേഷൻ വ്യാപാരികളെ സമരത്തിലേക്ക് തള്ളിവിട്ടത്. റേഷൻ വ്യാപാരി ക്ഷേമനിധി സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി 27 മുതൽ 4 ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിടുന്ന പ്രഖ്യാപനം വന്നതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. വിവിധ റേഷൻ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കും. റേഷൻ വ്യാപാരികൾക്ക് 2018 പ്രഖ്യാപിച്ച വേതന പാക്കേജ് അന്നും അപര്യാപ്തമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ സംബന്ധിച്ച ഒരു പുതിയ പദ്ധതി എന്ന നിലക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പുതിയ പദ്ധതി തന്നെയാണ്. പക്ഷേ ഇന്ന് റേഷൻ വ്യാപാരികൾ കഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വ്യാപാരിയുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, വ്യാപാരികളുടെ ക്ഷേമനിധി സർക്കാർ പങ്കാളിത്തത്തോട് നടപ്പാക്കുക, റേഷൻ വ്യാപാരികൾ സർക്കാർ പലപ്പോഴായി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നത്. 20-ാം തീയതി മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ നടന്ന ചർച്ചകളിലും വിവിധ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിരുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടതുമില്ല. അതിനാൽ തന്നെ വീണ്ടും വാഗ്ദാനങ്ങൾ മാത്രമായാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരി സംഘടനകളുടെ തീരുമാനം. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്ന നില വരുമെന്ന് സാരം. ജനം, തിരുവനന്തപുരം.